الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في محكم التنزيل أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ റമളാൻ വളരെ പ്രാധാന്യവും അനുഗ്രഹീതവുമായ മാസമാണ് എന്ന് നമുക്കേവർക്കും അറിയുന്നതാണ്. പരിശുദ്ധ റമളാനിൻ്റെ പ്രാധാന്യങ്ങളുടെ, പ്രത്യേകതകളുടെ ഏറ്റവും വലുത് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിൻ്റെ മാർഗദർശനമായി പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുവാൻ തിരഞ്ഞെടുത്തത് പരിശുദ്ധ റമളാനാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമാക്കുകയും ചെയ്തു. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ റമളാൻ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമാണ് എന്നാണ്. മനുഷ്യ സമൂഹത്തിന് സത്യവും അസത്യവും വേർതിരിച്ചു കൊടുക്കുന്ന വ്യക്തമായ വിശദീകരണം നൽകിക്കൊണ്ട് മാർഗദർശനം നൽകുന്ന ഖുർആൻ അവതരിച്ചതാണ് റമളാൻ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റെല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ വ്യാപൃതനാകുന്നത് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാനാണ്. അതുകൊണ്ടാണ് മറ്റെല്ലാ ക്ലാസുകളും പരിശുദ്ധ ഖുർആനിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഖുർആനിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാനും ഖുർആനിൻ്റെ നിർദ്ദേശങ്ങളും ഖുർആനിൻ്റെ പ്രത്യേകതകളും മാത്രം ചർച്ച ചെയ്യുന്നതാണ് റമളാൻ.
മുൻഗാമികളൊക്കെ അങ്ങനെയാണ്. ഹദീസ് ക്ലാസുകൾ വരെ നിർത്തിവെക്കുന്ന പണ്ഡിതന്മാരായിരുന്നു. എല്ലാ ദിവസവും നടത്തിയിരുന്ന ഹദീസ് പഠനം നിർത്തിവെച്ച് ആ സമയം കൂടി ഖുർആനുമായി ബന്ധപ്പെടുന്ന സ്വഭാവമായിരുന്നു മുൻഗാമികൾക്കുണ്ടായിരുന്നത് എന്നാണ്. എന്തുകൊണ്ടാണത്? പരിശുദ്ധ ഖുർആനാണ് മനുഷ്യ സമൂഹത്തിന്റെ മനസ്സുകൾക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയുക. അള്ളാഹുവിന്റെ കലാമിനെ പോലെ മനുഷ്യ സമൂഹത്തിന് മാറ്റമുണ്ടാക്കുന്ന ഒരു സംസാരം വേറെയില്ല. ഒരാൾ എത്ര ഭംഗിയായി സംസാരിച്ചാലും, ഒരാൾ എത്രയധികം യുക്തികളും അതുപോലെ തന്നെ കറണ്ട് ഇഷ്യൂസും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിച്ചാലും അതൊക്കെ മനുഷ്യ മനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കുന്നതിന് പരിധിയുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അങ്ങനല്ല. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനം, മാറ്റം ചെറുതല്ല, അത് ശക്തമായിരിക്കും. അത് എഫക്റ്റ് ആകുന്നത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ്. ഖുർആനിന്റെ ആശയങ്ങളെ മനുഷ്യ മനസ്സുകളിലേക്ക് കടന്നു വരുമ്പോഴാണ്. അപ്പോഴാണ് അതിന്റെ എഫക്റ്റ് മനസ്സിലാവുക. കാരണം പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം, ഇന്ന ഹാദൽ ഖുർആൻ, നിശ്ചയമായും ഈ ഖുർആൻ, യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് മാർഗദർശനം നൽകുന്നതാണ്. അതിനപ്പുറത്ത് വേറൊരു മാർഗമില്ല. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറാ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഖുർആൻ ശുഭവാർത്ത അറിയിക്കുകയാണ്, അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന്. ഏറ്റവും ശരിയായ മാർഗമാണ് ഖുർആനിൻ്റേത്. ഇന്ന് വരെ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച ഏതെങ്കിലും ഒരാശയം, പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു നിയമം, പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു നിർദ്ദേശം ഇല്ല, അത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നോ ഈ കാലഘട്ടത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല എന്നോ പറയുന്ന ഒരൊറ്റയാളെയും, വിവേകമുള്ള, വിവരമുള്ള, ചിന്താശക്തിയുള്ള ഒരുത്തനെയും കാണാൻ കഴിയില്ല. അല്ലാത്ത ചില ആളുകളൊക്കെ പറയായിരിക്കും. യുക്തിവാദികളോ കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്താൻ കഴിയാത്ത മണ്ഡന്മാരോ ആയ ആളുകൾ ചിലപ്പോൾ അത് സംസാരിച്ചെന്നിരിക്കാം. അതിനെ യഥാർത്ഥ വസ്തുതയോടെ സമീപിക്കുന്ന ഒരാൾക്കും അത് പറയാൻ കഴിയില്ല. കാരണം ഖുർആൻ പ്രപഞ്ച സൃഷ്ടാവിന്റെ വചനമാണ്. ഈ ലോകത്ത് മനുഷ്യൻ അവൻ എങ്ങനെ ജീവിക്കുമെന്നും അവൻ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും ഒക്കെ കൃത്യമായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യവും വ്യക്തവുമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുർആനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്, യാ അയ്യുഹൻ നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. യാ അയ്യുഹൻ നാസ്, ഏ മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ളൊരു സതുപദേശം വന്നിരിക്കുകയാണ്. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങൾക്കുള്ള ഒരു ഔഷധവും വന്നിരിക്കുകയാണ്. വഹുദൻ വറഹ്മ, മാർഗദർശനവും കാരുണ്യവുമാണ് ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാം. ആദ്യം പറഞ്ഞ വാചകം മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്ന വാചകം ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും എന്ന, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു സതുപദേശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. എപ്പോഴെങ്കിലും ഖുർആനിന്റെ അർത്ഥം, ആശയം ഖുർആൻ വായിച്ചിട്ട് സതുപദേശം തോന്നിയിട്ടുണ്ടാ? പരിശുദ്ധ ഖുർആൻ എന്നോട് സംസാരിക്കുകയാണ്, എനിക്ക് ഉപദേശം നൽകുകയാണ് എന്ന് ഫീൽ
വന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെ തോന്നിയത്? കാലങ്ങളായില്ലേ ഖുർആൻ ഓതുന്നത്? ആയത്ത് കേൾക്കുമ്പോഴേക്ക്, ആയത്ത് ഓതുമ്പോഴേക്ക് ഇത് എന്നോട് സംസാരിച്ചതാണ് അള്ളാഹു എന്ന് തോന്നിയിട്ടുണ്ടോ നമുക്ക്? ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഓത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്നാണ്. മാറ്റിമറിക്കണം, മാറ്റിവെക്കണം, മാറ്റണം നമ്മുടെ ശൈലി. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അത് ഫീൽ ചെയ്യണം. ആ ഖുർആൻ ഓതുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. മൗഇളത്താണ് എന്ന് തോന്നുന്നത്, ഇത് എന്നോടുള്ള ഉപദേശമാണ്. മാത്രമല്ല, നമ്മുടെ മനസ്സുകളിൽ കട്ടപിടിച്ചിരിക്കുന്ന നൂറുകണക്കിന് രോഗങ്ങൾക്കുള്ള ശിഫയാണ് ഖുർആൻ. വശിഫാഉൽ ലിമാ ഫി സുദൂർ, ഹൃദയങ്ങൾക്കുള്ള സിദ്ധ ഔഷധമാണ് ഖുർആൻ. മനുഷ്യ മനസ്സുകളിൽ കട്ടപിടിച്ചിരിക്കുന്ന ശിർക്കിന്റെയും കുഫറിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും സ്വഭാവ ദൂഷ്യങ്ങളുടെയും കൂരിരുട്ട് മനുഷ്യന്റെ മനസ്സിൽ ചേർത്ത് വച്ചിരിക്കുന്ന അസൂയയും കിബറും ഹിഖദും അങ്ങനെ തുടങ്ങുന്ന എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫയാണ് ഖുർആൻ. അത് ശിഫയായി തോന്നണ്ടേ? അല്ലേ? മറ്റുള്ളവർക്ക് ഖുർആൻ കേൾക്കുമ്പോഴേക്ക് അത് ബോധ്യമാകുന്നു, അവരുടെ ഹൃദയം ശുദ്ധമാകുന്നു. ഇത് നോമ്പ് പിടിക്കുന്നവന്റെ കൽബിന്റെ ഉള്ളിൽ എന്തുണ്ട്? അസൂയയും പകയും വിദ്വേഷവും കുശുമ്പുമൊക്കെയായി നടക്കുകയാണ് മനുഷ്യന്മാർ. നിങ്ങളത് ആലോചിച്ച് നോക്ക്, എന്ത് മാറ്റാണ് നമുക്ക് ഉണ്ടായത് ഖുർആൻ കൊണ്ട്? എന്ത് മാറ്റമാണ് ഖുർആൻ നമ്മളോട് സംസാരിച്ചത്? കാലങ്ങൾ ഇത്രയായി പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നടന്നിട്ട് എന്താണ് എനിക്കുണ്ടായ മാറ്റം ഖുർആനിലൂടെ? ആ ആയത്ത് ഓതിയപ്പോഴാണ്, ആ ആയത്ത് കേട്ടപ്പോഴാണ് ഞാൻ എൻ്റെ ആ ദുസ്വഭാവം മാറ്റിയത് എന്ന് പറയാൻ എത്ര ആൾക്ക് കഴിയും? ആ ആയത്തിന്റെ അർത്ഥം കേട്ടപ്പോഴാണ് എനിക്കുണ്ടായിരുന്നൊരു ദുസ്വഭാവം ഉണ്ടായിരുന്നു, ആളുകളെ പരിഹസിക്കുക എന്നത്, അത് ഞാൻ മാറിയത് പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് കേട്ടപ്പോഴാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആലോചിച്ച് നോക്കുങ്ങൾ. ഇത് റമളാനാണ്, ഖുർആനിന്റെ മാസാണ്. ഞാൻ എൻ്റെ വാപ്പയോടും ഉമ്മയോടും പിണങ്ങി നടന്നിരുന്ന കാലത്ത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ടാണ് ഞാൻ അതിന്റെ ഗൗരവം മനസ്സിലാക്കി അള്ളാന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് ആ ഉമ്മയോടും ഉപ്പയോടും മാപ്പ് പറഞ്ഞ് അവരോട് നന്നായി പെരുമാറിയത്. ഉണ്ടോ? പറയും. അങ്ങനെ അങ്ങോട്ട് നോക്ക് മനുഷ്യന്റെ ദുസ്വഭാവങ്ങൾക്ക്. എന്നാ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല. മുൻഗാമികൾ പറഞ്ഞത് എന്താണ്? നജാഷിയുടെ കൊട്ടാരത്തിൽ എഴുന്നേറ്റ് നിന്ന് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നടത്തിയ 1400 വർഷത്തെ പഴക്കമുള്ള ഒരു ഖുത്ബയുണ്ട്, ഒരു പ്രസംഗമുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ഞാനത് മൊത്തം വിശദീകരിക്കും. അത്രയും വർഷത്തെ പഴക്കമുള്ള ഒരു ഖുത്ബ. നജാഷി രാജാവിന്റെ കൊട്ടാരത്തിൽ എഴുന്നേറ്റുന്ന് ഐ ആം എ മുസ്ലിം, നമ്മൾ എന്ന് പറയുന്നില്ല ഞാൻ മുസ്ലിമാണ്, മുസ്ലിം ഇസ്ലാം, ഞാൻ മുസ്ലിമാണ്, ഇസ്ലാം കൊണ്ട് ഞാനിതാ പ്രൗഡ്, എനിക്ക് അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട് എന്ന് പറയാൻ എഴുന്നേറ്റുന്നു ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, രാജാവേ, നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചില്ലേ ഞങ്ങൾ ആരാണെന്ന്, എന്താണ് ഞങ്ങളുടെ പരിപാടിയെന്ന്? ഈ നാട്ടിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാനാണെന്ന് ആളുകൾ ഇങ്ങനെ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചപ്പോ നിങ്ങൾ ഞങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്യല്ലേ? എന്നാ ഞാൻ പറയട്ടെ എന്താണ് ഞങ്ങളെന്ന്, ആരാണ് ഞങ്ങളെന്ന്. എന്നിട്ട് ഇസ്ലാമിന് മുമ്പുള്ള അവസ്ഥയും ഇസ്ലാമിലേക്ക് വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശം കേട്ടതിന് ശേഷമുള്ള ഞങ്ങൾ ആരാണെന്ന് വിശദീകരിച്ചു കൊടുത്തപ്പോ നജാഷി അത്ഭുതമായി പോയി. ചോദിച്ചു ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകൻ ഇറങ്ങിയ ഖുർആനിൽ എന്തെങ്കിലും ഒന്ന് ഓതിത്തരാമോ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ക്രൈസ്തവനായ നജാഷി രാജാവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് ആ പ്രസംഗത്തിന് ശേഷം ഓതിക്കൊടുത്തു. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا എന്നിങ്ങനെ തുടങ്ങുന്ന സൂറത്ത് മറിയം ഇങ്ങനെ ഓതി തുടങ്ങി. അതിന്റെ ആദ്യത്തെ ഭാഗം ഓതി അങ്ങ് നിർത്തിയപ്പോഴേക്ക് നജാഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൂടെ ഉണ്ടായിരുന്ന ആളുകളും കരയാൻ തുടങ്ങി.
എന്താണ്? സൂറത്തു മറിയം ബീവിയുടെ ചരിത്രത്തിലൂടെ, ഈസ നബിയുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുന്നത് കേട്ടപ്പോ നജാശിയുടെ കൽബ് വിറച്ചു, കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിങ്ങളത് ആലോചിച്ച് നോക്കുക. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയിട്ട്, പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു അധ്യായം ഓതിയിട്ട് നമ്മുടെ കണ്ണുകൾ സജലങ്ങളായിട്ടുണ്ടോ? നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഭയം തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഖുർആൻ അത്രയേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഖുർആനോട് അത്രയേ അടുത്തിട്ടുള്ളൂ. നമ്മൾ ഖുർആനും നമ്മളും തമ്മിൽ ഇങ്ങനെ അകന്നു നിൽക്കുകയാണ്. ഇതുവരെ അടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആകെ നമ്മൾ ഖുർആൻ ഇങ്ങനെ മറിച്ചോതി പോവുക എന്നതല്ലാത്ത ഒരു ബന്ധവും നമുക്ക് ഖുർആനുമായില്ല. നമ്മുടെ കൽബുകൾക്ക് ഔഷധമായി ഖുർആൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് സഹോദരങ്ങളെ, എന്ത് പറ്റി നമുക്കൊക്കെ? എന്തൊരു ദുരന്തമാണ് നമുക്കല്ലേ? ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ്, ഇത് വിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവുമാണ്. ഇതൊരു കാരുണ്യമാണ് ഖുർആൻ വിശ്വാസികൾക്ക്. അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ് ഖുർആൻ. കാരണം പരിശുദ്ധ ഖുർആൻ, ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചോളി, പരിശുദ്ധ ഖുർആനിന്റെ മുന്നിൽ നിൽക്കാൻ ഒരു പ്രത്യയ ശാസ്ത്രത്തിനും കഴിയില്ല, ഒരു നിയമങ്ങൾക്കും കഴിയില്ല, ഒരു നിർദ്ദേശങ്ങൾക്കും കഴിയില്ല എന്നുറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതേത് നിയമമാണെങ്കിലും, മനുഷ്യനുണ്ടാക്കിയ ഏത് നിയമങ്ങളെക്കാൾ സ്രഷ്ടാവിന്റെ നിയമങ്ങളാണ് മേലെ നിൽക്കുക. അത് ബോധ്യമാവണം നമുക്ക്, അത് കൽബിൽ ഉറപ്പിക്കണം നമ്മൾ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മറ്റൊരു വിഷയം, ഖുർആൻ ഒരു പ്രകാശമാണ് എന്നാണ്. അല്ലാഹുവിന്റെ ഖുർആൻ, ഖദ് ജാഅകും മിനല്ലാഹി നൂർ വകിതാബും മുബീൻ യഹ്ദി ബിഹില്ലാഹു മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ് സലാം വയുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂരി ബിഇذനിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹുവിന്റെ ഖുർആൻ, ഖദ് ജാഅതുകും മിനല്ലാഹി നൂർ, അല്ലാഹുവിൽ നിന്നൊരു പ്രകാശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വകിതാബുൻ മുബീൻ, വ്യക്തമായ വേദഗ്രന്ഥം. യഹ്ദീ ബിഹില്ലാഹ് മൻ ഇത്തബഅ റിദ്വാനഹു സുബുലസ് സലാം, ആ ഖുർആൻ മുഖേന അല്ലാഹു ആ തൃപ്തി പിൻപറ്റിയ ആളുകളെ അല്ലാഹു രക്ഷയുടെ മാർഗങ്ങളിലേക്ക് മാർഗദർശനം നൽകുന്നു. വയുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശങ്ങളിലേക്ക് ആ ഖുർആനിലൂടെ അല്ലാഹു അവരെ വിളിക്കുകൊണ്ടുവരികയും ചെയ്യുന്നു. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് അവർക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുന്നു ഖുർആൻ. ഇതൊക്കെ നമ്മൾ സംസാരിക്കണം, നമ്മളോട് സംസാരിക്കുകയാണ് ഖുർആൻ. ഇത് എത്രത്തോളം നമുക്ക് ഉണ്ടായി എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും വിചിന്തനം നടത്തിയ ആളാവുകയുള്ളൂ. ഇത് ഈ പറഞ്ഞ ആയത്ത്, ഇപ്പൊ ഞാൻ 2-3 ആയത്ത്, ഒരായത്തും കൂടെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു ഏറ്റവും നല്ല വർത്തമാനം ഇറക്കിയിരിക്കുന്നു. കിതാബൻ മുതശാബിഹൻ മസാനി, പരസ്പര സദൃശ്യമുള്ള ആവർത്തിത വചനങ്ങളുള്ള ഒരു ഗ്രന്ഥം. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശഊന റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ പേടിക്കുന്ന ആളുകൾ
ആ ഖുർആൻ കേൾക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ അവരുടെ തോലുകൾ വിറകൊള്ളുകയായി. ثم تلين جلودهم وقلوبهم إلى ذكر الله. പിന്നെ അവരുടെ തോലുകളും കൽബുകളും അല്ലാഹുവിലേക്ക് വിനയപ്പെട്ടു മടങ്ങുന്നതാണ്. ذلك هدى الله. അത് അല്ലാഹുവിന്റെ മാർഗദർശനമാണ്. യഹ്ദീ ബിഹി മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവരെ അതുമൂലം അവൻ മാർഗദർശനം നൽകുകയാണ്. ومن يضلل الله فما له من هاد. അല്ലാഹു ആരെയോ വഴിപിഴപ്പിക്കുന്നുവോ അവനൊരു സന്മാർഗിയെയും മാർഗദർശനം നൽകാൻ ലഭിക്കുന്നതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ. ഇതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഖുർആൻ എപ്പോഴെങ്കിലും അഹ്സനുൽ ഹദീസ് ആണെന്ന് ബോധ്യമായിട്ടുണ്ടോ എന്നാണ്. ഖുർആൻ അഹ്സനുൽ ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനം. നമ്മളുടെ പെരുമാറ്റങ്ങളോട്, നമ്മളുടെ പ്രവർത്തനങ്ങളോട് ഖുർആനിനെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് വെറുപ്പാണ് വരിക, അല്ല ഖുർആൻ പറഞ്ഞതാണ് നല്ല വർത്തമാനം എന്ന വരിക. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരുത്തന്റെ മനസ്സിൽ ഇത് നല്ലൊരു വർത്താനാണല്ലോ പഠിച്ചോനെ, ഇത് ഭയങ്കര സംഭവമാണല്ലോ അല്ലാഹ് എന്ന് തോന്നിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ചു, ഒരു ഇതുമില്ലാത്ത, ഇപ്പൊ നമ്മൾ കാണാം ധാരാളം പ്രസംഗകന്മാരുടെ പ്രസംഗങ്ങളുടെ ശകലങ്ങൾ എടുത്ത് മനുഷ്യനെ കരയിച്ച പ്രസംഗം, 1000 പേര് കണ്ട പ്രസംഗം, കൽബിന് ഞെട്ടലുണ്ടാക്കിയ പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ചിരിയാണ് വരിക. ഓരോരോ ക്യാപ്ഷൻ ഇട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിടാന്നല്ലാതെ ഒരായത്തെഴുത്, അള്ളാഹുവിന്റെ ആയത്ത്, 10,000ങ്ങളുടെ കൽബുകൾക്ക് മാറ്റമുണ്ടാക്കിയ ആയത്തും അതിന്റെ അർത്ഥവും, 10,000കണക്കിനല്ല കോടിക്കണക്കിന് ആളുകളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയ കാരണമായ ആയത്ത്, കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് പ്രതീക്ഷ നൽകിയ ആയത്ത്. അങ്ങനെ എഴുതാൻ എത്ര ഉണ്ടെന്നറിയോ, എത്ര ആയത്തുകൾ ഉണ്ടെന്നറിയോ? പക്ഷെ ആരും എഴുതി കാണുന്നില്ല. ഈ ചീഞ്ഞ പ്രസംഗങ്ങൾ മാത്രം, കുറച്ച് ശകലങ്ങൾ, വല്ലവന്റെയും വർത്തമാനങ്ങൾ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുക അല്ലാഹുവിന്റെ ഖുർആൻ. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആയത്തുകൾ എടുക്ക്, ചരിത്രത്തിലേക്ക് ഇറങ്ങ്, ഞെട്ടിത്തെറിച്ചു പോയി നിന്ന ആയത്തുകൾ, സുജൂദിലേക്ക് വീണുപോയ ആയത്തുകൾ, അത്ഭുത പരതന്ത്രനായി നിന്നുപോയ ആയത്തുകൾ, വലിയ വലിയ കവികളെപ്പോലും സ്തബ്ധരാക്കിയ ആയത്തുകൾ, കേട്ടപ്പോഴേ കണ്ണെന്ന് കണ്ണുനീര് വന്ന ആയത്തുകൾ, കേട്ടപ്പോഴേ ബോധരഹിതനായി പോയ ആയത്തുകൾ, അങ്ങനെ തുടങ്ങി ആയിരക്കണക്കിന് ആയത്തുകൾക്ക് ക്യാപ്ഷൻ എഴുതാനുണ്ട്. ആയിരക്കണക്കിന് ആയത്തുകൾ ജനങ്ങൾക്ക് കൊടുക്കാനുണ്ട്. പക്ഷെ അതിലേക്കൊന്നും തിരിയാൻ ആളുകൾക്ക് സമയമില്ല, അതിലേക്കൊന്നും ആളുകൾക്കില്ല. അത് ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം അത് കൊടുത്താലും ആരും ഷെയർ ചെയ്യാനോ ആരെങ്കിലും കൊടുക്കാനോ സയ്യന്തരും അല്ല. കാരണം അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് ആയത്തല്ലേ എന്ന് പറയാം. മറ്റേത് അയാളെ പ്രസംഗം ഭയങ്കര സംഭവമാണ്. ഇതാണ് മനുഷ്യന്റെ കൽബിൽ എത്രത്തോളം അള്ളാന്റെ ഖുർആൻ എത്തിയിട്ടുണ്ട് എന്നത് ചിന്തിക്കുമ്പോൾ. രണ്ടാമത്തത് ഖുർആൻ പറഞ്ഞത് തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. റബ്ബിനെ ഭയപ്പെടുന്നവന്റെ തോല് വറക്കും, അവന്റെ കൽബ് വറക്കും. അള്ളാന്റെ ഖുർആൻ പറയാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് കള്ളമാണെന്ന്? തോന്നുന്നുണ്ടോ? കള്ളമാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നുണ്ടാവുള്ളൂ. കാരണം നമ്മൾ അങ്ങോട്ട് ഇറങ്ങാത്തത് കൊണ്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ അനുഭവപ്പെട്ട ആളുകൾ 10,000ങ്ങളല്ല, ലക്ഷങ്ങളല്ല, കോടികളാണ്. പേടിച്ചു വിറച്ചുപോയ ആളുകൾ. സംഭവം പറയാനാണെങ്കിൽ തീരാതെ സംസാരിച്ചു പോകാൻ കഴിയും, ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാൻ മാസത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. റമളാനിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, എനിക്ക് നീ ശേഷിപ്പിക്കുന്ന ദിവസങ്ങൾ അത്രയും നിന്റെ ഖുർആനിനെ മനസ്സിലേക്ക് ചേർത്ത് വെക്കാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് ഇന്ന് തീരുമാനിക്കണം. പരിശുദ്ധ ഖുർആനിനെ, അതിന്റെ ആശയം, അർത്ഥം എൻ്റെ മനസ്സിലേക്ക് വരും. പരിശുദ്ധ ഖുർആൻ പാരായണം എന്ന് പറയുന്നത് വലിയ സംഗതി തന്നെയാണ്. ധാരാളം പാരായണത്തിന് വലിയ പ്രതിഫലമുണ്ട്, സംശയമൊന്നുമില്ല. വലിയ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം പറഞ്ഞാൽ തീരാത്തത്രയുണ്ട്. നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ മൊത്തം എത്ര അക്ഷരങ്ങളുണ്ട്? മൊത്തത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ടാവും പരിശുദ്ധ ഖുർആനിൽ?
3,23,671 അക്ഷരങ്ങളുണ്ട്. 3,23,671 അക്ഷരങ്ങൾ ഖുർആനിലുണ്ട്. 6,200 ചില്ലുവാലം വരുന്ന ആയത്തുകൾ. ഒരു ഹർഫിന് 10 കൂലിയാണ്. ഒരു ഹർഫിന് അലിഫ് ലാം മീം, അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ഒരു അക്ഷരത്തിന് 10 കൂലി കിട്ടും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി ഓതി തീർക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയും സാധാരണഗതിയിൽ എത്ര ഉണ്ടാവും? അതായത് 3,23,671 ഇൻറ്റു 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 32,36,710. അത്രയും പ്രതിഫലം കിട്ടും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർത്താൽ. ഖുർആൻ ആദ്യം മുതൽ അവസാനം വെറുതെ ഒരു സാധാരണ ഒരു ഓത്തില്ലേ, ഓതി തീർക്കാൻ, വായിച്ചു തീർക്കാനാ പറയാൻ. അങ്ങനെ പറഞ്ഞാൽ തന്നെ അത്രയും കൂലിയുണ്ട്. ഒരു കാര്യം കൂടി പറയാം ഞാൻ. പരിശുദ്ധ ഖുർആനിനെ എത്ര സമയം കൊണ്ട് ഓതി തീർക്കണം? എത്ര സമയം കൊണ്ടാണ് ഖത്മ തീർക്കേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സ്വഹാബികൾ വന്ന് ചോദിച്ചു. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം, ഫികം യഖ്തുമുൽ ഖുർആൻ യാ റസൂലല്ലാഹ്, എത്ര ദിവസം കൊണ്ടാണ് ഖുർആൻ പൂർത്തിയാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഫി 40 യൗമൻ, 40 ദിവസത്തിൽ ഒരിക്കൽ ഖുർആൻ പൂർത്തിയാക്കിയിരിക്കണം. 40 ദിവസത്തിൽ ഒരിക്കൽ ഖുർആൻ ഖത്മ ചെയ്തിരിക്കണം. 40-നപ്പുറത്ത് പോകാൻ പാടില്ല. 40 ദിവസം റസൂൽ ഏറ്റവും ടോപ്പ്, ഏറ്റവും കൂടുതൽ സമയം പറഞ്ഞു 40 ദിവസം. സുമ്മ ഖാല ഫീ ശഹർ, പിന്നെ അവിടെ നിന്ന് പറഞ്ഞു 40 അല്ലെങ്കിൽ പിന്നെ ഒരു മാസം. ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഒരു മാസം, 30 ദിവസം കൊണ്ട് തീർക്കണം. അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് തീർക്കണം. പിന്നെ റസൂൽ പറഞ്ഞു ഫി 15, 15 ദിവസം കൊണ്ട് തീർക്കണം. സുമ്മ ഖാല ഫി 10, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 10 ദിവസം കൊണ്ട് തീർക്കണം. സുമ്മ ഖാല ഫി 7, പിന്നെ അവിടെ നിന്ന് പറഞ്ഞു 7 ദിവസം കൊണ്ട് തീർക്കണം. 7 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട്. ഇന്ന് നോമ്പ് എത്രയായി? 11ാമത്തെ നോമ്പാണ് അല്ലേ? എവിടെ എത്തി? 10 തന്നെ എത്തിയിട്ടുണ്ടാവില്ല. 10 ജുസ് തന്നെ എത്തിയിട്ടുണ്ടാവില്ല. ചില ആളുകൾക്കൊക്കെ മേലെത്തിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. 7 ദിവസം കൊണ്ട് ഖത്മ തീർക്കണം. അതെങ്ങനെ 7 ദിവസം കൊണ്ട് ഖത്മ തീർക്കാം? മഹാനായ അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കുകൂടി ഞാൻ ചേർത്ത് പറയാൻ, അക്സറു മാ സമിഅ്തു അൻ യുഖ്തമൽ ഖുർആൻ ഫി 40. ഞാൻ കേട്ടതിൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും അധികരിച്ച സമയം 40 ദിവസമാണെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറയാം. കാരണം അതിന്റെ താഴേക്ക് പോയാൽ, അതിനപ്പുറത്തേക്ക് പോയാൽ പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം അയാൾക്ക് ഇല്ലാതെയാകും. അതുകൊണ്ട് എല്ലാ ദിവസവും ഖുർആൻ അല്പം ഓതിക്കോണം എന്നാണ്. ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ അടുത്ത് പ്രവാചകൻ പറയുന്ന മഹ്ജൂറിൽ പെടുമെന്നാണ്. അപ്പൊ 7 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഖുർആൻ പൂർത്തിയാക്കുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 7 ദിവസം കൊണ്ട് എങ്ങനെ ഖുർആൻ പരിശോധിക്കാം? അതിനെ ഖുർആനെ 7 ഭാഗങ്ങളാക്കി തിരിക്കാം. 7 ഭാഗങ്ങളാക്കി തിരിക്കാം. ഞാൻ ഒരു ചെറിയൊരു 7 ഭാഗങ്ങൾ, 7 ഹിസ്ബുകളാക്കി തിരിക്കാം. 7 ഭാഗങ്ങളായി തിരിക്കാം. അതിൽ ഒന്നാമത്തെ ഭാഗത്ത് ഫാത്തിഹ, അൽ ബഖറ, ആലി ഇമ്രാൻ, അൻ-നിസാ, ഈ 4 എണ്ണം ഒരു ദിവസം ഓതാം. രണ്ടാമത്തെ ദിവസം സൂറത്ത് മാഇദ, അൻആം, അറാഫ്, അൻഫാൽ, തൗബ, രണ്ടാമത്തെ ദിവസം ഓതാം. മൂന്നാമത്തെ ദിവസം യൂനുസ്, ഹൂദ്, യൂസുഫ്, റഅദ്, ഇബ്രാഹിം, ഹിജ്ർ, നഹ്ൽ. നാലാമത്തെ ദിവസം ഇസ്രാ, കഹ്ഫ്, മറിയം, ത്വാഹ, അംബിയ, അൽ ഹജ്ജ്, അൽ മുഅ്മിനൂൻ, അൻ-നൂർ, അൽ ഫുർഖാൻ. അഞ്ചാമത്തെ ദിവസം അശ്ശുഅറ, അൻ-നംൽ, അൽ ഖസസ്, അൽ അൻകബൂത്ത്, അർ-റൂം, അൽ ഖുമാൻ, അസ്-സജ്ദ, അൽ അഹ്സാബ്, സബ, ഫാത്തിർ, യാസീൻ. ആറാമത്തെ ദിവസം അസ്വാഫാത്ത്, സ്വാദ്, അസ്-സുമർ, ഗാഫിർ, ഫുസ്സിലത്ത്, ശൂറ, അസ്-സുഖ്റുഫ്, അദ്-ദുഖാൻ, അൽ-ജാസിയ, അൽ-അഹ്ഖാഫ്, മുഹമ്മദ്, അൽ-ഫത്ഹ്, അൽ-ഹുജറാത്ത്.
7ാമത്തെ ദിവസം ഖാഫ് മുതൽ നാസ് വരെ. അങ്ങനെ 7 ദിവസം കൊണ്ട് ഖുർആൻ പൂർത്തിയാക്കാം. ഏറ്റവും ടോപ്പ് ലെവൽ നിൽക്കുന്ന ആളുകളാണ് പറഞ്ഞത്. അതിനേക്കാളും മേലെ ഓതുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതിവിടെ നോട്ടെ. സാധാരണഗതിയിൽ റമളാനിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണത്. ഒരു ദിവസത്തിൽ എന്ത് ചെയ്യാം, ഇത്ര സൂറകൾ ഓതുക. അങ്ങനെ 7 ഭാഗങ്ങളായി തിരിച്ച് ഓരോ ദിവസവും ഇത്ര സൂറ വെച്ച് ഓതിയാൽ ഉറപ്പ് പരിശുദ്ധ ഖുർആൻ പൂർത്തിയാക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ ഓതുകയും അതിനെ ചേർത്ത് വെക്കാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ റമളാൻ നമുക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഖുർആനിൻ്റെ ആളുകളായി, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി, ഖുർആൻ ചേർത്ത് വെക്കുന്നവരായി മാറണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹും ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒറ്റ വാചകം കൂടി അതിലേക്ക് ചേർത്ത് വെച്ചിട്ട് മറ്റൊരു വിഷയം പറയാം. പരിശുദ്ധ ഖുർആൻ മനുഷ്യർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ഇബാദത്തും മറ്റൊന്ന് ഖുലുഖുമാണല്ലോ. ഒന്ന് ഇബാദത്ത്, ആരാധനകളാണ്. പരിശുദ്ധ ഖുർആനിലെ 130 ആയത്തുകളെ ഇബാദത്തുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുള്ളൂ. 6236 ആയത്തുകളിൽ 130 ആയത്തെ എന്തുള്ളൂ? ഇബാദത്തുകളുള്ളൂ. 1504 ആയത്തുകൾ ചർച്ച ചെയ്തിട്ടുള്ളത് അഖ്ലാഖുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം, മറ്റുള്ളവരോടുള്ള ഇടപഴകൽ, മറ്റുള്ളവർക്ക് ഖിദ്മത്ത് ചെയ്യൽ, മറ്റുള്ളവരെ സഹായിക്കൽ, മറ്റുള്ളവരോട് ബന്ധപ്പെടൽ, അങ്ങനെ തുടങ്ങുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് 1504 ആയത്തുകൾ. എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ 11% വിനിയോഗിച്ചിട്ടുള്ളത് മനുഷ്യരുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയാണ്. വെറും 150-130 ആയത്തേ എന്തുള്ളൂ ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ ഉസ്ലൂബിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു മനുഷ്യനായി ഒരുത്തനെ മാറ്റുക എന്നുള്ളതാണ് ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരി. ഒരാൾ ഏറ്റവും ഉന്നതനായ മനുഷ്യനാവണം. അയാളുടെ കൽബ് നല്ല നസീമായ കൽബാവണം. നസീം എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ് എന്നാണ്. നസീമ എന്നതിൻ്റെ അർത്ഥം ഇളം കാറ്റ് എന്നാണ്. എല്ലാവരെയും തഴുകി തലോടി പോകുന്ന ഇളം തെന്നലുണ്ടല്ലോ, അതിനെയാണ് നസീം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കൽബ് കിട്ടണം നമുക്ക്. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാവണം നമുക്ക്. അതിനാണ് ഖുർആൻ മനസ്സിലാക്കി വെക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് 2 കാര്യങ്ങൾ പറയാൻ. ഒന്ന്, നമ്മുടെ സാമൂഹിക ക്ഷേമം. നമ്മളെല്ലാ മാസവും പറയുന്ന ഒരു വെള്ളിയാഴ്ചത്തെ സേവനം പാവങ്ങളായ ആളുകൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മളുടെ എല്ലാ മാസവും എടുക്കുന്ന അതേ കളക്ഷനിൽപ്പെട്ടതാണത്. പാവങ്ങളായ ആളുകളുടെ ഭക്ഷണവും വസ്ത്രവും അങ്ങനെ മരുന്നും അങ്ങനെ തുടങ്ങുന്ന എല്ലാം അങ്ങനത്തെ വിഷയങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിനുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ സാധാരണ ഇവിടെ ഇടുന്ന പോലെ ആ ബക്കറ്റിലിടുക. രണ്ടാമത് പറയാനുള്ളത് CH സെൻറ്ററിൻ്റെ കളക്ഷനാണ്. ജാതി മതഭേദമന്യേ, അതുപോലെ തന്നെ സംഘടനാ വൈജാത്യങ്ങളില്ലാതെ എല്ലാ പാവങ്ങളായ രോഗികൾക്കും ഉപകാരപ്പെടുന്ന ധാരാളം സംരംഭങ്ങൾ ഞാൻ വായിക്കുന്നില്ല, വായിക്കാൻ ഇഷ്ടം പോലെയുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ, രോഗിക്കും രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഭക്ഷണവും അവർക്ക് വേണ്ടുന്ന മരുന്നും അങ്ങനെ താമസവും അങ്ങനെ തുടങ്ങിയെല്ലാം ആതുര സേവന രംഗത്ത് വളരെ ഗൗരവതരമായി മുന്നോട്ട് പോകുന്ന സംഘമാണ് CH സെൻറ്റർ. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ളൊരു കളക്ഷൻ ഇന്ന് നടക്കണം. പരിശുദ്ധ റമളാനിലും അതുപോലെ അല്ലാത്ത സന്ദർഭങ്ങളിലും ഉദാരമതികളായ ആളുകൾ കൊടുക്കുന്നത് കൊണ്ടാണ് അത്രയും ബൃഹത്തായ ഒരു സംഗതി നടന്നു വരുന്നത്. ഏകദേശം കഴിഞ്ഞ വർഷം തന്നെ 2023 മാത്രം
4.5 ലക്ഷം നിർധനരായ രോഗികൾക്കാണ് ഇതിൻ്റെ സേവനം കിട്ടിയത്. ഒരു വർഷത്തിൽ 4.5 ലക്ഷത്തിലധികം നിർധനരായ രോഗികൾക്ക് ഭക്ഷണവും മരുന്നും മറ്റു സൗകര്യങ്ങളും കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പോകുമ്പോൾ അത് പുറത്ത് അതിൻ്റെ ആളുകൾ ഉണ്ടാകും. അത് സദഖ സ്വീകരിക്കാൻ നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹു എല്ലാ രോഗങ്ങളും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന അത്തരം ആളുകൾക്ക് കൊടുക്കുന്ന ഒരു വലിയ കാരുണ്യ പ്രവർത്തനം എന്ന നിലക്ക് നമ്മുടെ സദഖ അവർക്ക് നൽകണമെന്നുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വരെയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന മുഴുവൻ ആളുകളും അള്ളാഹു അവർക്ക് അനുഗ്രഹവും സഹായം ചെയ്യുമാറാവട്ടെ. ഗസയിലെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സഹായവും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തരം പ്രതിസന്ധികളും അള്ളാഹു അവർക്ക് രക്ഷയും സമാധാനവും നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.